ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പാൻറ്റിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്ന രീതി, ഒരു ചുരിദാർ ടോപ്പിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്ന രീതിയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന്. അപ്പോൾ പാൻറ്റ് ഇടുന്ന ഭാഗത്തെ വണ്ണവും ഇറക്കവും എല്ലാമാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യം നമ്മൾ ഇറക്കം എടുക്കുക. ടേപ്പിൻ്റെ ഇഞ്ച് നമ്പർ താഴോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കണം. ഇപ്പം എനിക്ക് വേണ്ടത് 40, ചിലർക്ക് അത്രയും വേണ്ടി വരത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെ അത് എത്രയാന്ന് വെച്ചിട്ട് അത് ടേപ്പിൻ്റെ നമ്പർ താഴോട്ട് നമ്മൾ സ്വയം എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇടണം കേട്ടോ. ഒരാൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ മുകളിൽ നിന്ന് എടുക്കും, വേറൊരാൾ എടുക്കുമ്പോൾ. പക്ഷെ നമ്മൾ തന്നെ എടുക്കുമ്പോൾ ഇതേ രീതിയിൽ എടുക്കണം. നിങ്ങൾ കഴിയുന്നത് ഒരു മിററിൻ്റെ മുമ്പ് വെച്ച് എടുത്തു, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം എനിക്ക് ടേപ്പിൻ്റെ നമ്പർ 1 എന്നുള്ള ഇഞ്ച് നമ്പർ താഴോട്ട് ഇട്ടതിന് ശേഷം ഞാൻ പാൻറ് ഇടുന്നത് ഇവിടെയാണ്. 40 എടുത്തു. എന്നിട്ട് അവിടുത്തെ വണ്ണം എടുത്തു. നമ്മൾ പാൻറ് ഇട്ട ആ ഭാഗത്തെ വണ്ണം ഇല്ലേ, ആ വണ്ണം എടുത്തു. അത് ഇഞ്ചിങ്ങനെ, അത് 40 കിട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം സീറ്റ് വണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന ഭാഗമല്ലേ, സീറ്റിൻ്റെ ഭാഗം, ശരി, പാൻറ്റിൻ്റെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗം, ഇതാണ് സീറ്റ് വണ്ണം കേട്ടോ. ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ ടൈറ്റായിട്ടൊന്നും പിടിച്ചെടുക്കരുത്. നമ്മൾ കൈ ഇങ്ങനെ ടേപ്പ് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് കറക്കണം, അത്രേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ലൂസിട്ട് കൂട്ടിയാണ് നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലെന്തും എടുത്തു, വേസ്റ്റ് ഭാഗത്തെ വണ്ണം എടുത്തു, സീറ്റ് വണ്ണം. എപ്പോഴും അളവെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ലൂസ് കൂട്ടും അത് തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കാൽവണ്ണം എടുത്ത് നമ്മൾ പാൻറ് ഇടത്തില്ലേ, അവിടുത്തെ അടിയിലെ വണ്ണം, അവിടെ 12 12 അങ്ങനെ എടുക്കുക. ഓക്കെ, ഇപ്പോൾ പാൻറ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്ന രീതി മനസ്സിലായല്ലോ. ഇനി ടോപ്പിൻ്റെ ലെന്ത്. ഇപ്പോൾ ഇതേപോലെ തന്നെ ചുരിദാർ ടോപ്പ് ഇടുന്നത് 1 എന്നുള്ള നമ്പർ താഴോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഇറക്കം എത്ര വേണമെന്ന് വെച്ചിട്ട് അത്രയും വിടുക. ഷോൾഡറിൻ്റെ ഇതേപോലെ പോകണം. ഞാൻ ഇട്ടേക്കുന്നുണ്ടല്ലേ ടേപ്പ് ഇട്ടേക്കുന്നത്, അതേ രീതിയിൽ എത്ര 44 44 ഇറക്കം 44 എഴുതി വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷോൾഡർ എടുക്കണം. ഷോൾഡർ എടുക്കുന്നത് നമ്മുടെ ബോണില്ലേ, താന്നു പോരുത്. നമ്മുടെ ഈ ബോണിങ്ങനെ കിടക്കുമ്പോൾ ഇവിടുന്ന് ഈ പോയിന്റ് ഇല്ലട്ടോ, ഇങ്ങോട്ട് താന്നു പോരുത്. ഈ എൽബോയുടെ നേരെ വെക്കണം. എനിക്ക് ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ 15 അപ്പോൾ ഷോൾഡർ 15 കിട്ടി. അന്നേരം നമ്മൾ തുണിയിൽ വെട്ടുമ്പോൾ ഇതിൻ്റെ ഹാഫാണ് എടുക്കുന്നത് കേട്ടോ. അതൊക്കെ കട്ടിങ്ങിൽ പറഞ്ഞു തരും. അപ്പോൾ ലെന്തും എടുത്തു, ടോപ്പിൻ്റെ ഷോൾഡറും എടുത്തു. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി ചെസ്റ്റ് വണ്ണം എടുക്കുമ്പോൾ ഈ രീതിയിൽ എടുക്കണം കണ്ടോ. കൈക്കുഴി ഈ ഭാഗത്തുനിന്നൂടെ ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ ഒന്നും ടൈറ്റായിട്ടൊന്നും പിടിക്കരുത്. കിട്ടുന്ന വണ്ണം 40. അപ്പോൾ ഈ രീതിയിൽ ടേപ്പ് നമ്മൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒന്ന് കറക്കണം. കറങ്ങുന്നു നോക്ക്, ടൈറ്റ് വന്നാൽ കറങ്ങത്തില്ല. ഇപ്പം 40. അത് കഴിഞ്ഞതിന് ശേഷം ബ്രസ്റ്റ് വണ്ണവും എടുക്കണം. ചെസ്റ്റും ബ്രസ്റ്റുമായിട്ട് ചിലർക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കട്ടിങ്ങിൽ ബ്രസ്റ്റിൻ്റെയും വണ്ണം എടുക്കണം, ചെസ്റ്റിൻ്റെ വണ്ണം എടുക്കണം. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായല്ലോ. ഇത് 41 ഉണ്ടാവും. ചെസ്റ്റിനേക്കാളും ബ്രസ്റ്റിന് 2-3 ഇഞ്ചൊക്കെ ചിലർക്ക് കൂടും. അപ്പോൾ അതനുസരിച്ച് വേണം തുണി കട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ചെസ്റ്റ് വണ്ണം എഴുതി വെക്കുക, ബ്രസ്റ്റ് വണ്ണം എഴുതി വെക്കുക. പിന്നെ വേസ്റ്റ് ഭാഗത്തെ ലെന്ത് നോക്കുമ്പോൾ നമ്മൾ ഷോൾഡർ ഇങ്ങനെ വെച്ചതിന് ശേഷം അത് ടേപ്പ് മുകളിൽ 1 നോക്കണം കേട്ടോ, 1 എന്നുള്ള നമ്പർ. അത് കഴിഞ്ഞിട്ട് വയറിൻ്റെ ഈ ഭാഗത്തുള്ള ലെന്ത് നോക്കണം. നമ്മുടെ ശരീരത്തെ ഭാഗം ഒതുക്കിയ ഭാഗത്ത് അത് 14 14, ചിലർക്ക് പൊക്കമില്ലാത്തവർക്ക് 12 13 ഇങ്ങനെയൊക്കെ വരും. ഓക്കെ, ഇത് എനിക്ക് 14 വന്നിട്ടുണ്ട്. 14ൻ്റെ അവിടുത്തെ വണ്ണം നോക്കണം. നമ്മൾ വേസ്റ്റ് ഭാഗത്തെ ലെന്ത് പിടിച്ചില്ലേ, കണ്ടില്ലേ, ഇവിടുത്തെ വണ്ണം നോക്കണം. അപ്പോൾ ആ ഭാഗത്ത് വണ്ണം എത്രയെന്ന് വെച്ചിട്ട് അത് എഴുതി വെക്കണം. 38, 30, 40 ഇങ്ങനെ ചിലർക്ക് പല രീതിയിൽ വരും. അപ്പോൾ ടേപ്പ് എല്ലാം വെക്കുന്നത് ഇതേ രീതി തന്നെ. അത് മനസ്സിലായല്ലോ. ഇനി സീറ്റ് വണ്ണം നോക്കുന്നത് ടേപ്പ് ഇങ്ങനെ വെച്ചതിന് ശേഷം സ്ലിറ്റ് ഉണ്ടെങ്കിൽ, സ്ലിറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ലിറ്റിൻ്റെ ഭാഗത്തെ ലെന്ത് നോക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് സ്ലിറ്റ് ടോപ്പിൻ്റെ സ്ലിറ്റ് എവിടം വരെ വേണം, 22, 20, ചിലർക്ക് 19 ഇങ്ങനെ വരും. വന്നിട്ട് അത് എഴുതി വെക്കണം സ്ലിറ്റിൻ്റെ ലെന്ത്. എന്നിട്ട് സീറ്റ് വണ്ണം നോക്കുന്നത് നമ്മൾ പാൻറ്റിനെടുത്തതുപോലെ തന്നെ ശരീരത്തെ കണ്ടോ ഇതേപോലെ ചുറ്റി വണ്ണം എടുക്കും കണ്ടോ, സീറ്റ് വണ്ണം എടുക്കും. ഇത്രയും മനസ്സിലായല്ലോ.
അതുപോലെ തന്നെയാണ് സീറ്റ് വണ്ണം നമ്മൾ എടുക്കുന്നത്. ഇതേപോലെ തന്നെ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ലൂസ് കൂട്ടും കേട്ടോ. അത് തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. കിട്ടിയ നമുക്ക് കറക്റ്റായിട്ട് ബോഡിയിൽ നിന്ന് എടുത്ത വണ്ണം ആദ്യം എഴുതി വെക്കുക. അതിൽ നിന്ന് തയ്യൽത്തും ലൂസും ബോഡി ലൂസും കൂട്ടിയതിന് ശേഷം തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ബോഡി ലൂസും കൂട്ടി പിന്നെ അത് തയ്യൽത്തുമ്പും കൂട്ടും. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായല്ലോ. സീറ്റ് വണ്ണം എടുക്കുന്നത് ഇത് ഇതേപോലെ തന്നെ. പിന്നെ എടുക്കേണ്ടത് ഫ്രണ്ട് നെക്ക്. നെക്ക് 1 എന്നുള്ള നമ്പർ വെച്ചിട്ട് 6, 5, 4 എത്രയെന്ന് വെച്ചാൽ 7 ഇങ്ങനെ വരും. എത്ര നമ്പർ വെച്ചാൽ ഫ്രണ്ട് നെക്ക്. ബാക്ക് നെക്ക് എടുക്കുമ്പോഴും നമ്മൾ ഇതേപോലെ ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ ലെന്ത് 4, 3 ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ച്. വൈഡ് എടുക്കുന്നത് നമ്മുടെ ഈ ബോണില്ലേ, അല്ല സോറി, ഈ നെക്കിൻ്റെ ഈ ഇതില്ലേ ഇങ്ങനെ കാണുന്നത്, അവിടെ നിന്ന് നോക്കുക. ഇത് മാക്സിമം. ഇതിന് കൂടെ വേണമെന്നുള്ളവർക്ക് ഇത് എത്ര വന്നേക്കുന്നത് 8. എൻ്റെ ഈ നെക്കിൻ്റെ ഇവിടം വരെ വന്നേക്കുന്നത് 8. അപ്പോൾ 8ൻ്റെ പകുതി 4 വരും. പക്ഷെ നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ അത്രയും എടുക്കത്തില്ല, ഒതുക്കി എടുക്കും. അപ്പോൾ നെക്കിന് വിത്ത് കുറയ്ക്കും തോറും ഈ വൈത് കുറയ്ക്കും തോറും ഒതുക്കം വരും ശരീരം. അപ്പം നിങ്ങൾ എത്രയും ഇതേപോലെ ചേർത്തെടുക്കുക. ഈ നെക്കിൻ്റെ വിത്ത് നോക്കുക. എന്നിട്ട് എനിക്കിപ്പം ഞാൻ ആദ്യം എടുത്തപ്പോൾ 8 വന്നു, ഇച്ചിരി കൂടെ ഒതുക്കി എടുത്തപ്പോൾ 7 വന്നു. 7 വന്നപ്പോൾ അതിൻ്റെ ഹാഫാണ് എടുക്കുന്നത്, 3.5. തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ അതിനേക്കാളും 1/4 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. എല്ലാവർക്കും ഇങ്ങനെ വരത്തില്ല. നെക്കിൻ്റെ വീതി അനുസരിച്ചാണ് അത് വരുന്നത്. ഇച്ചിരി കൂടെ ഒതുക്കണമെങ്കിൽ ഒതുക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയല്ലോ. കയ്യിറക്കം എടുക്കുന്നത് സ്ലീവിൻ്റെ ബോണിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് വെച്ചതിന് ശേഷം ടേപ്പ് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഇറക്കം എത്ര, ചെറിയ കൈയാണെങ്കിൽ ഹാഫ് കൈ, 3/4 ഫുൾ കൈ, ഈ 3 രീതിയിലാണ് വരുന്നത്. ഹാഫ് കൈ ആണെങ്കിൽ 7, 8 എത്രയാണെന്ന് വെച്ചിട്ട് അവിടുത്തെ, ഇപ്പോൾ 8 ആണെങ്കിൽ അവിടെ എടുത്തതിന് ശേഷം അവിടുത്തെ വണ്ണം എടുക്കുക. വണ്ണം എടുക്കുന്നത് ഞാൻ 8 എടുത്ത് എവിടെയാണെന്ന് വെച്ചിട്ട് എഴുതി വെച്ചിട്ട് അവിടുത്തെ വണ്ണം വേണ്ട. 8ൻ്റെ ഇറക്കം എടുത്തില്ലേ, അവിടുത്തെ വണ്ണം 13. അത് കഴിഞ്ഞതിന് ശേഷം 3/4 ആണെങ്കിൽ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് 15 ആണെങ്കിൽ 15, അല്ലെങ്കിൽ 16 ആണെങ്കിൽ 16. 15 ഉടമ്പരം ഉണ്ടായിരുന്നു, 15. എന്നിട്ട് അവിടുത്തെ വണ്ണം 9. ഫുൾ സ്ലീവ് ആണെങ്കിൽ ഇതേപോലെ തന്നെ വേണ്ട 21 ഇതേപോലെ വെച്ചതിന് ശേഷം 21 അവിടുത്തെ വണ്ണം. അവിടുത്തെ വണ്ണം 9 വരും. നമ്മുടെ കൈ ഇത് കയറുമ്പം 9 വരും. ഇതിങ്ങനെ ഇട്ടിട്ട് ഇറക്കുന്ന രീതിയിൽ നമ്മളൊന്ന് നോക്കണം, കൈ കയറുമോ. ഉണ്ടോ, ഞാൻ 9 എടുത്തു. 9 എടുത്തിട്ട് ഇങ്ങനെ തേപ്പ് നോക്കണം. ഉണ്ട്, ഇറങ്ങിപ്പോരും. അപ്പോൾ 9 എടുത്ത് അത് കഴിഞ്ഞല്ലോ. ഇനി ആം ഹോൾ റൗണ്ട് എടുക്കുന്നത് ഇതേപോലെ ടൈറ്റാക്കരുത്. കൈയുടെ റിഗാളിൻ്റെ കൈ 2 പൊക്കിയതിന് ശേഷം ഈ ടേപ്പിൻ്റെ തുമ്പുകൾ തമ്മിൽ 1 എന്നുള്ള നമ്പരും നമുക്ക് കിട്ടിയ നമ്പർ എത്രയാണെന്ന് വെച്ചിട്ട് അത് എഴുതുക. 17 ഉണ്ട്. അപ്പോൾ ലൂസും ആക്കരുത്, ടൈറ്റും ആക്കരുത്. ഒന്ന് കറക്കണം, നമ്മൾ ബോഡി വണ്ണം എടുത്തതുപോലെ കറക്റ്റ് ഇങ്ങനെ ആക്കിയത്. 17 ഉണ്ട്. അതിൻ്റെ പകുതിയാണ് തുണിയിൽ കട്ട് ചെയ്തത്. ഫുള്ളായിട്ട് വന്നേക്കുന്നത് 17. ഓക്കെ, ഇങ്ങനെയാണ് ബോഡിയിൽ നിന്ന് ചുരിദാറിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.